ഹേ മനുഷ്യ, നിൻ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം? സുഭാഷിതം. നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ചാൽ പല തരത്തിലുള്ള ചുവരെഴുത്തുകൾ നാം കാണാറുണ്ട്. ചിലതൊക്കെ നാം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. എത്രയോ ചുവരെഴുത്തുകൾ നാം അവഗണിച്ചിരിക്കുന്നു. ചിലതൊക്കെ നമ്മുടെ ജീവിതം പിടിച്ചു കുലുക്കുന്നതുമാകാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നിന്നും ഒരു ചുവരെഴുത്തിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസിൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുവാൻ കഴിയും. ബാബേലിൽ പ്രസിദ്ധനായിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ മകനായിരുന്നു ബെൽഷസർ. രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. ബെൽഷസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ നിന്ന് കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ദേവാലയത്തിൽ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ വിശുദ്ധ പാത്രങ്ങളിൽ നിന്ന് അവർ വീഞ്ഞു കുടിച്ച് രസിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടിരുന്നു. 5-ാം വാക്യം വായിക്കുന്നത്, തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേലെഴുതി. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ആ എഴുതിയ എഴുത്തും അതിന്റെ അർത്ഥവുമാണ് നാം കുറിവാക്യമായി വായിച്ചു കേട്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് എണ്ണി, തൂക്കി, വിഭാഗിച്ചു. അളവുകളോട് ബന്ധപ്പെടുത്തിയുള്ള വാക്കുകളാണിത്. ഇവിടെ എണ്ണിയത് രാജാവിന്റെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ രാജാവ് ഭരിക്കുന്ന രാജ്യത്വത്തിന്റെ കാലയളവ്, അതിന് അന്തം വരുത്തിയിരിക്കുന്നു. 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ മോശ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന്. അദ്ദേഹം ഒരു കണക്കും പറയുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നാം അറിയുന്നില്ല. അതിന് അന്തം വരുത്തുന്നതിന് മുമ്പ് നാം നിത്യജീവൻ പ്രാപിച്ചില്ല എങ്കിൽ നിത്യദണ്ഡനത്തിലേക്ക് എത്തിപ്പെടും. അടുത്ത വാക്കാണ് തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 21-2 പറയുന്നത്, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഹൃദയത്തെ തൂക്കി നോക്കുന്ന ന്യായാധിപന്റെ മുമ്പിൽ നാം ഒരിക്കൽ നിൽക്കേണ്ടി വരും. അവിടെ നാം കുറവുള്ളവരായി കണ്ടാൽ നമ്മെ വിഭാഗിക്കും. മത്തായി 25-31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പ്രിയമുള്ളവരെ, നാം ഏത് വിഭാഗത്തിലായിരിക്കുമെന്ന് ചിന്തിച്ചുകൊള്ളുക. ബെൽഷസർ രാജാവ് ആ രാത്രിയിൽ തന്നെ വധിക്കപ്പെട്ടു. ഇവ എഴുതിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സമർപ്പിക്കാം.
God bless you all with these words. ആരുമില്ലെങ്കിലും അങ്ങെനിക്കെല്ലാമെല്ലാം, ഭീതിയില്ല ദൂതനുണ്ട് എന്നെ സൂക്ഷിപ്പാൻ. ഒന്നുമില്ലെങ്കിലും എനിക്കങ്ങേകുമെല്ലാമെല്ലാം, എന്നുള്ളിൽ ആശ്വാസം നിന്റെ സാന്നിധ്യം.